Hi friends, ഞാൻ ഷിനി നിധീഷ്. വെൽക്കം ടു ചിൻസ് രുചി. ഇന്നത്തെ എപ്പിസോഡിൽ മെക്ഡൊണാൾഡ്സിന് കിട്ടുന്ന അതേ ക്രഞ്ചി ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കാണുന്ന റൈസ് ബ്രാൻ ഓയിലിനെ കൊണ്ടാണ്. വെസ്റ്റീജിൻ്റെ ലൈറ്റ് ഹൗസ് റൈസ് ബ്രാൻ ഓയിൽ. കഴിഞ്ഞ 3 മാസമായിട്ട് വെസ്റ്റീജിൻ്റെ ലൈറ്റ് ഹൗസ് റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. റൈസ് ബ്രാൻ ഓയിൽ അല്ലെങ്കിൽ തവിടെണ്ണ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു കുക്കിംഗ് ഓയിലാണ്. ഇതിൽ ഹെൽത്തി ഫാറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. ഇത് നമ്മളെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ നമ്മളെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. പിന്നെ ആൻറ്റി ഓക്സിഡൻസ് ഒരുപാട് ഉള്ളത് കൊണ്ട് ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇത്ര അധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ റൈസ് ബ്രാൻ ഓയിൽ നമ്മുടെ ഇടയിൽ ഇത്ര പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നത്. വെസ്റ്റീജിൻ്റെ ലൈറ്റ് ഹൗസ് റൈസ് ബ്രാൻ ഓയിൽ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഞാൻ കഴിഞ്ഞ 3 മാസമായിട്ട് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡീപ്പ് ഫ്രൈയിങ്ങിനൊക്കെ ഇത് ബെസ്റ്റ് ചോയ്സ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും ഒന്ന് റൈസ് ബ്രാൻ ഓയിൽ ട്രൈ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെസ്റ്റീജിൻ്റെ ലൈറ്റ് ഹൗസ് റൈസ് ബ്രാൻ ഓയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. നിങ്ങളെല്ലാവരും അതൊന്ന് കാണണം. ഇന്ന് ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ ഫ്രൈ ചെയ്തിരിക്കുന്നത് നമ്മൾ വെസ്റ്റീജിൻ്റെ ലൈറ്റ് ഹൗസ് റൈസ് ബ്രാൻ ഓയിൽ യൂസ് ചെയ്തിട്ടാണ്. നല്ല ഹെൽത്തിയും ക്രഞ്ചിയും മെക്ഡൊണാൾഡ്സിൻ്റെ അതേ ടേസ്റ്റിലുള്ള നമുക്ക് അടിപൊളി ഫ്രഞ്ച് ഫ്രൈസ് ആക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വേഗം വീഡിയോയിലേക്ക് പോവാം. ഫിംഗർ ചിപ്സ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 മീഡിയം സൈസ്ഡ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇത് ഗ്രാനൈറ്റിൻ്റെ ഒരു പീസിൻ്റെ മേലെയാണ് വെച്ചിരിക്കുന്നത്, കൗണ്ടർ ടോപ്പ് അല്ല. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നല്ലൊരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് എടുത്തു വെക്കാം. നമ്മൾ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയ പീസസ് ഒന്നും കളയണ്ട, നമുക്കത് ലാസ്റ്റിൽ ഫ്രൈ ചെയ്യാം. ഈ ഒരു സൈസിൽ ഫിംഗർ ചിപ്സിൻ്റെ അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്പിൽ നമുക്ക് എല്ലാ പീസസും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഈ ഒരു സൈസിൽ ഞാൻ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസ് വാട്ടറിൽ ഇട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് നമ്മൾ ഐസ് വാട്ടറിൽ ഇതേപോലെ ഇട്ട് വെക്കണം. നമ്മൾ എപ്പോഴും ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കളറിലില്ല, ലൈറ്റ് ക്രീം കളറിലില്ല ഉരുളക്കിഴങ്ങ് വേണം നമുക്ക് സെലക്ട് ചെയ്യാൻ. യെല്ലോ കളറിൽ വരുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് ഉണ്ടാക്കിയാൽ നമുക്കത് നല്ല ഫ്രൈ ആയിട്ട് കിട്ടില്ല. ഐസ് വാട്ടറിൽ ഒരു 10 മിനിറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലാണ് ഇത് ഇട്ട് വെക്കാൻ പോകുന്നത്. ഐസ് വാട്ടറിൽ ഇടുന്നത് അതിലെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി നല്ല ക്രഞ്ചി ആവാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇതൊന്ന് ഹാഫ് കുക്ക് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിളച്ച വെള്ളത്തിൽ ഒരു 3-4 മിനിറ്റ് ഇട്ട് വെക്കുന്നത്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഊറ്റി എടുത്തിട്ട് നല്ലൊരു കിച്ചൺ ടവലിൻ്റെ മേലെ വെച്ചിട്ട് തുടച്ചെടുക്കണം. ഒട്ടും തന്നെ നനവോ ഈർപ്പോ പാടില്ല. 5 മിനിറ്റ് നമുക്ക് ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇത് നല്ലോണം ഡ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാനില്ല എണ്ണ ഒഴിച്ചെടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വെസ്റ്റീജിൻ്റെ ലൈറ്റ് ഹൗസ് റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലോണം ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് നല്ലോണം തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായിട്ടാകുമ്പം മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് 2 മിനിറ്റ് മാത്രമേ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യുന്നുള്ളൂ. ഡബിൾ ഫ്രൈയിങ് മെത്തേഡിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഞാനിത് എടുത്ത് മാറ്റുവാണ്. നമുക്ക് അടുത്ത ബാച്ച് ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് ഇതേപോലെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഡബിൾ ഫ്രൈയിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ല ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇതാ എൻ്റെ 2 ബാച്ചും ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് നല്ലപോലെ ഗോൾഡൻ ഷെയ്ഡ് വരുന്നത് വരെ 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്യാൻ പോവാണ്. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ ഉപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പ് വെള്ളം നമുക്ക് ഈ എണ്ണയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫ്രഞ്ച് ഫ്രൈസിൽ നല്ല പോലെ ഉപ്പ് പിടിച്ചോളും. കുറച്ച് പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും, സാരമില്ല. ഒരു 20 സെക്കൻഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ അടങ്ങിക്കോളും. ഇതാ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ച് നല്ല ക്രഞ്ചിയും ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് ഉരുളക്കിഴങ്ങ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേ പ്രോസസ്സ് ഒന്ന് ഫോളോ ചെയ്യാം. നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്, അതേപോലെ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുഴുവൻ ഫ്രഞ്ച് ഫ്രൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ക്രഞ്ചി ആയിട്ടുള്ള മെക്ഡൊണാൾഡ്സിൻ്റെ അതേ ടേസ്റ്റിൽ കിട്ടുന്ന ഫ്രഞ്ച് ഫ്രൈസ് മയോണൈസിൻ്റെയും കെച്ചപ്പിൻ്റെയും ഒക്കെ കൂടെ സെർവ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. രേവു ഇവിടെ എക്സൈറ്റഡ് ആണ്. രേവുവിന് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്സ് കുട്ടികൾക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഫ്രഷ് ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന മയോണൈസാണ്. അപ്പോൾ അതും ഹെൽത്തിയാണ്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്നത് പറയണ്ടല്ലോ, റൈസ് ബ്രാൻ ഓയിലാണ്. അപ്പോൾ ഇതൊട്ടും തന്നെ അൺഹെൽത്തി അല്ല, കുട്ടികൾക്ക് എന്തായാലും നല്ലതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ആക്കിയിരിക്കുന്നത് KFC ആണ്. കെൻറ്റുക്കൈൻ ഫ്രൈഡ് ചിക്കൻ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കെൻറ്റുക്കൈൻ ഒരാളെ പേരാണ്. ചിൻസ് രുചി സ്പെഷ്യൽ ഹോം മെയ്ഡ് ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പ്ലീസ് സപ്പോർട്ട് ചിൻസ് രുചി ചാനൽ. ബൈ ബൈ.